നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ മേയർ ചർച്ചകളിലേക്ക് കടന്ന UDF. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവർ പരിഗണനയിൽ. തൃശൂരിൽ ശ്യാമള മുരളീധരൻ, ലാലി ജെയിംസ്, നിജി ജസ്റ്റിൻ എന്നിവർ സാധ്യതാ പട്ടികയിൽ. തിരുവനന്തപുരത്ത് മേയർ സ്ഥാനത്തേക്ക് VV രാജേഷും R ശ്രീലേഖയും പരിഗണനയിൽ. കേരളത്തിൽ UDFന് അനുകൂലമായി സമാനതകളില്ലാത്ത തരംഗമെന്ന് KC വേണുഗോപാൽ. വിജയ ദിവസത്തിൽ പോലും CPMന്റെ അതിക്രമമെന്നും AICC ജനറൽ സെക്രട്ടറി. തിരുവനന്തപുരത്ത് അടിത്തറയ്ക്ക് ഇളക്കം തട്ടിയിട്ടില്ലെന്ന് V ശിവൻകുട്ടി. LDFന് അർഹതപ്പെട്ട ജയം കിട്ടിയില്ല എന്നും മന്ത്രി. പരാജയ കാരണങ്ങൾ വിലയിരുത്താൻ ഇടതുമുന്നണി. CPM CPI നേതൃയോഗങ്ങൾ നാളെ. ചൊവ്വാഴ്ച LDF നേതൃയോഗം. പാലക്കാട് നഗരസഭയിൽ BJPയെ ഭരണത്തിൽ നിന്ന് അകറ്റാൻ സാധ്യത തേടി LDFും UDFും. കൊട്ടാരക്കരയിലെ തിരിച്ചടിക്ക് കാരണം ദേശീയ നേതാവ് പാരവെച്ചതെന്ന് KSU കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ. പരോക്ഷ വിമർശനം കൊടിക്കുന്നിൽ സുരേഷിനെതിരെ. കോൺഗ്രസിന് ഒറ്റയ്ക്ക് ജയിച്ചു കയറാവുന്ന സ്ഥലമല്ല കൊട്ടാരക്കരയെന്നും പരാമർശം ആരുടെ താൽപര്യം സംരക്ഷിക്കാനാണെന്ന് പാർട്ടി പരിശോധിക്കണമെന്നും കൊടിക്കുന്നിൽ. LDFന്റെ തോൽവിയിൽ വിവാദ പ്രസ്താവന തിരുത്തി MM മണി. തന്റെ പ്രസ്താവന തള്ളി MA ബേബിയുടെ നിലപാടാണ് പാർട്ടിയുടെയും തന്റെയും എന്ന് മണി. ജനങ്ങളെ അധിക്ഷേപിച്ചുള്ള മണിയുടെ പ്രസ്താവന തള്ളി മന്ത്രി V ശിവൻകുട്ടി. അത് MM മണി അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല. MM മണിയെ പോലുള്ള ഒരു തൊഴിലാളി വർഗത്തിന്റെ നേതാവും പാർട്ടിയുടെ സമുന്നത നേതാവും വളരെ താഴേക്കിടയിൽ നിന്ന് ഒരുപാട് സമര പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു ചെറിയൊരു പരാജയം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നമ്മൾ സാമൂഹികപരമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗങ്ങളെയും ഒരു രൂപത്തിലും ആക്ഷേപിക്കാൻ വേണ്ടി പാടില്ല. അത് CPMന്റെ നയമാണെന്ന് എനിക്ക് തോന്നുന്നു. പെൻഷൻ കാശ് ജനങ്ങളുടെ അവകാശം എന്ന് PC വിഷ്ണുനാഥ്. വോട്ടുകൊള്ള ആരോപണത്തിൽ രണ്ടാം ഘട്ട പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ കോൺഗ്രസ്. രാംലീല മൈതാനിയിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന മഹാറാലി. വോട്ട് കൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് ശേഖരിച്ച 5 കോടി ഒപ്പുകൾ രാഷ്ട്രപതിക്ക് കൈമാറും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3ാം T20 ഇന്ന് ധരംശാലയിൽ. പരമ്പരയിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഇരു ടീമുകൾക്കും നിർണായകം. കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. VV രാജേഷിനാണ് മുൻതൂക്കം. നിയമസഭയിലേക്ക് വട്ടിയൂർക്കാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ R ശ്രീലേഖയ്ക്ക് നിർദ്ദേശം ലഭിച്ചതായാണ് സൂചന. അതേസമയം കനത്ത പരാജയം വിലയിരുത്തി തിരുത്തൽ വരുത്തുമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഇടതുകോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ മിന്നും വിജയം സ്വന്തമാക്കിയാണ് BJP സംസ്ഥാനത്ത് കോർപ്പറേഷനിലെ ആദ്യ നേട്ടം സ്വന്തമാക്കുന്നത്. 101-ൽ 50 എന്ന പകുതി സീറ്റുകൾ സ്വന്തമാക്കിയാണ് വിജയം. വികസിത കേരള കാഴ്ചപ്പാടിന് ജനങ്ങൾ നൽകിയ അവസരം ഫലപ്രദമായി ഉപയോഗിക്കാനാണ് തീരുമാനം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഊർജം കൂടിയാണ് BJPക്ക് കോർപ്പറേഷനിലെയും 2 മുനിസിപ്പാലിറ്റികളുടെയും വിജയം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറെ ഉടൻ പ്രഖ്യാപിക്കും. VV രാജേഷിൻ്റെയും R ശ്രീലേഖയുടെയും പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. ഞങ്ങളുടെ പ്രഥമ പരിഗണന ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യും. ഒരു നിമിഷം നമുക്ക് പാഴാക്കല്ല. കാരണം ഒരു ഭരണ രംഗത്ത് നമ്മൾ പാഴാക്കുന്ന ഓരോ നിമിഷവും മറ്റുള്ള നഗരങ്ങൾ നമ്മളെക്കാളും മുമ്പേ പോകും. അവർ മുമ്പേ പോകരുതെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് സമയം പാഴാക്കാനില്ല. നിയമസഭയിലെ സ്ഥാനാർത്ഥികളെയും BJP താമസിയാതെ തീരുമാനിച്ച് പ്രവർത്തനം ശക്തമാക്കും. അതേസമയം തിരുവനന്തപുരത്തെ പരാജയത്തിൽ പഠനം നടത്തി തിരുത്തലുകൾ വരുത്തുമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. പ്രചാരണത്തിൽ പാളിച്ചകൾ ഉണ്ടായില്ല, പക്ഷേ അടിയൊഴുക്കുകൾ ഉണ്ടായതായും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങളുടെ ജില്ലയിലുണ്ടായിട്ടുള്ള കുറവുകളെ സംബന്ധിച്ചിടത്തോളം ശരി തന്നെയാണ്. ഞങ്ങളെ പരിശോധിക്കും. അതിൽ ഇത്രയും വളരെ ഗൗരവമായിട്ട് വർക്ക് ചെയ്തിട്ട് പോലും എന്തുകൊണ്ടത് കാണാൻ കഴിഞ്ഞില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം തന്നെയാണ് പരിശോധന വിധേയമാക്കേണ്ടത്. കോൺഗ്രസും സീറ്റ് നില തിരുവനന്തപുരത്ത് 19ലേക്ക് ഉയർത്തി തിരിച്ചുവരവിന്റെ പാതയിലാണ്. അതേസമയം BJPയുടെ കോർപ്പറേഷൻ ഭരണത്തെ തടുക്കാൻ മതേതര മുന്നണിയുടെ സാധ്യതകളും LDF തിരുവനന്തപുരത്ത് തേടുന്നതായാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചി, തൃശൂർ കോർപ്പറേഷനുകളിലെ മേയറെ കണ്ടെത്താനുള്ള ചർച്ചകൾ UDFിൽ സജീവമായിരിക്കുകയാണ്. 2 കോർപ്പറേഷനുകളിലും വനിതാ മേയർമാരായിരിക്കും. 4 പേരുകളാണ് കൊച്ചിയിൽ മേയർ സ്ഥാനത്തേക്ക് ഉയരുന്നത്. തൃശൂരിലാകട്ടെ 3 പേരാണ് പരിഗണനയിലുള്ളത്. 2 കോർപ്പറേഷനുകളിലും UDF മിന്നുന്ന പ്രകടനമാണ് ഇത്തവണ കാഴ്ചവെച്ചത്.
വിമതശല്യങ്ങളും സീറ്റ് തർക്കങ്ങളും മറികടന്നാണ് കൊച്ചിയിൽ UDF കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചത്. ഭരണം നിലനിർത്തുമെന്ന ആത്മവിശ്വാസം LDF-നുണ്ടായിരുന്നുവെങ്കിലും 22 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. ആകെ 76 ഡിവിഷനുകളുള്ള കൊച്ചിയിൽ 47 സീറ്റുകളാണ് UDF-ന് ലഭിച്ചത്. മേയർ സ്ഥാനത്തേക്ക് 4 പേരുകളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ പേരാണ് ആദ്യം മുതൽക്കേ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK മിനിമോളാണ് സാധ്യതാ പട്ടികയിലുള്ള രണ്ടാമത്തെയാൾ. A ഗ്രൂപ്പിൽ നിന്ന് മുൻ കൗൺസിലിലെ ഷൈനി മാത്യുവും സീന ടീച്ചറും രംഗത്തുണ്ട്. സാമുദായിക സമവാക്യങ്ങൾ അടക്കം പരിശോധിച്ച് പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ദീപ്തി മേരി വർഗീസ് പ്രതികരിച്ചു. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളും അതുപോലെ തന്നെ AICCയുടെ നേതാക്കളും എല്ലാം കൂടിയാലോചിച്ച് ഒരു തീരുമാനമുണ്ടാകും. അതിന് അത്രയുമേ അതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് വേറെ ഒന്നുമില്ല. സാധാരണ അത് തന്നെയാണല്ലോ ഒരു പ്രോസസ്സ്. കഴിഞ്ഞ കൗൺസിലിൽ UDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായ MG അരിസ്റ്റോട്ടിലും ഡെപ്യൂട്ടി ലീഡറായിരുന്ന ഹെൻറി ഓസ്റ്റിനുമാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. കൂടാതെ മുൻ കൗൺസിലർമാരായ മുതിർന്ന നേതാക്കളെ കൂടി പരിഗണിച്ചേക്കും. വർഷങ്ങൾക്ക് ശേഷം തൃശൂർ കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചതിന്റെ ആവേശത്തിലാണ് ജില്ലയിലെ UDF പ്രവർത്തകർ. 33 സീറ്റുകൾ നേടിയാണ് 56 അംഗ കൗൺസിലിൽ കോൺഗ്രസ് ജയിച്ചു കയറിയത്. ശ്യാമള മുരളീധരൻ, ലാലി ജെയിംസ്, നിജി ജസ്റ്റിൻ എന്നിവരാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായം കണക്കിലെടുത്തായിരിക്കും മേയറെ തെരഞ്ഞെടുക്കുകയെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അറിയിച്ചു. മറ്റ് ഘടകങ്ങളുടെ സ്വാധീനം ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരുപാട് പ്രശ്നങ്ങളെ ഞങ്ങൾക്ക് അതിജീവിക്കേണ്ടി വന്നു. സാമ്പത്തികമായി ഞങ്ങൾക്ക് അത്രയേറെ കഷ്ടപ്പാടുകൾ. ഞങ്ങൾ ഓരോ വീടുകളിലും കയറി ഞങ്ങൾ ഓണത്തിന് ശേഷം ഫണ്ട് ശേഖരണം നടത്തിയതിൻ്റെ അതുമയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വന്നത്. ഒരു ഐക്യബോധം താഴെത്തട്ടിലുള്ള പ്രവർത്തകർ മുതൽ ഈ ജില്ലയിലെ ഉന്നത നേതാക്കളിൽ വരെ ഉണ്ടായി. തൃശൂർ ജില്ലയിൽ UDF നേടിയത് മികച്ച വിജയമാണെന്നും ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും കൂടുതൽ സീറ്റുകൾ നേടാനായെന്നുമാണ് മുന്നണി വിലയിരുത്തൽ. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് മേയർ സ്ഥാനത്തേക്ക് വനിതകളെയും പരിഗണിച്ച CPM. കോട്ടൂളി ഡിവിഷനിൽ നിന്ന് ജയിച്ച ഡോക്ടർ ജയശ്രീക്കാണ് പ്രഥമ പരിഗണന. തടമ്പാട്ട് താഴത്തു നിന്ന് ജയിച്ച O സദാശിവൻ, ബേപ്പൂരിൽ നിന്ന് ജയിച്ച K രാജീവ് എന്നിവരുടെ പേരും പരിഗണനയിലുള്ളതായാണ് വിവരം. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് തുടരുകയാണ്. മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെക്കുറിച്ചും സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ തോൽവി ചർച്ച ചെയ്യാൻ CPM CPI നേതൃയോഗങ്ങൾ നാളെ ചേരും. CPM സംസ്ഥാന സമിതിയും യോഗം ചേർന്ന് വിലയിരുത്തലുകൾ ചർച്ച ചെയ്യും. അതേസമയം നേതൃനിരയിലേക്ക് ആളുകളെ നിശ്ചയിക്കുന്നതിൽ ചർച്ചകൾ തുടരുകയാണ്. UDF-ഉം BJP-യും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി വിപുലീകരണം അടക്കമാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായതിന്റെ ഞെട്ടലിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് കനത്ത പ്രഹരമാണ് ലഭിച്ചതെന്ന് നേതാക്കളും വിലയിരുത്തുന്നു. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളിൽ തന്നെ വിള്ളലുകൾ ഉണ്ടായി. ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രചാരണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പ്രാദേശിക നേതൃത്വങ്ങൾ പരാജയപ്പെട്ടതായി പറയുമ്പോഴും സംസ്ഥാന നേതാക്കൾ ഉൾപ്പെട്ട ശബരിമല സ്വർണ്ണക്കൊള്ളയും അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള പാർട്ടിയുടെ നീക്കവും ജനങ്ങളിൽ സ്വാധീനം ചെലുത്തി. അയ്യപ്പ സംഗമവും ഫലം കണ്ടില്ല. സ്വാധീന മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വാർഡ് പുനർനിർണയവും ഇടതിന് ഗുണം ചെയ്തില്ല. ഇവയൊക്കെ വിശദമായി ചർച്ച ചെയ്യാനാണ് നാളെ CPM CPI നേതൃയോഗങ്ങൾ ചേരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്ത് വീഴ്ചകൾ പരിഹരിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന സമിതി യോഗങ്ങളും ഇതിനു പിന്നാലെ ചേരും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ തേരോട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാണ് UDF നീക്കം. ഇതിന്റെ ഭാഗമായി മുന്നണി വിപുലീകരണവും കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പുനർവിചിന്തനം കാത്തിരിക്കുകയാണ് കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലൂടെ കൂടുതൽ ഭദ്രത കൈവരിക്കാനാകുമെന്നാണ് വിശ്വാസം. തിരുവനന്തപുരം കോർപ്പറേഷനിലെയും 2 മുനിസിപ്പാലിറ്റികളിലെയും വിജയം സംസ്ഥാനത്ത് കൂടുതൽ സീറ്റുകൾ നേടാമെന്ന BJP-യുടെ കണക്കുകൂട്ടലുകൾക്കും ആക്കം കൂട്ടുന്നതാണ്. മാറാത്തത് മാറിയെന്നാണ് ഫലമെത്തിയതോടെയുള്ള BJP-യുടെ വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകളും ഇതോടൊപ്പം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം NDAയുടെ മുന്നേറ്റത്തെ തടുക്കാൻ മതേതര മുന്നണി എന്ന ആശയം കേരളത്തിലും പയറ്റാനുള്ള ശ്രമത്തിലാണ് ഇടതു വലതു മുന്നണികൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ UDF-ന് അനുകൂലമായി സമാനതകളില്ലാത്ത തരംഗമെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വിജയ ദിവസത്തിൽ പോലും CPM-ന്റെ അതിക്രമമെന്നും AICC ജനറൽ സെക്രട്ടറി കുറ്റപ്പെടുത്തി. കോൺഗ്രസിന് വിജയം സമ്മാനിച്ചതിൽ പിണറായി വിജയൻ സർക്കാരിന് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു തരംഗമാണ്
ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടായിരിക്കുന്നത്. 10 വർഷക്കാലമായിട്ട് ഭരണമില്ലാതെ ഇരിക്കുന്ന, അതിൻ്റെ അധികാരമോ സ്വാധീനമോ ഇല്ലാതെ ഭരണത്തിൻ്റെ എല്ലാ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് ജനങ്ങളോട് നന്ദി പറഞ്ഞ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. എല്ലാ നിലയിലും സർക്കാരിന്റെ കള്ളക്കളികൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പെൻഷൻ പണം ഔദാര്യമാണെന്ന് പറഞ്ഞ MM മണിയുടെ പ്രസ്താവന ജനങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണെന്നും മണിക്കെതിരെ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നും സണ്ണി ജോസഫ് ചോദിച്ചു. ആ സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ നിമിഷം തന്നെ. നിയമസഭാ മുന്നൊരുക്കം കൂടി ഒന്ന് ചർച്ച ചെയ്യും. സ്വാഭാവികമായിട്ടും അതും ചർച്ച ചെയ്യും. ഈ പാലക്കാട്, തിരുവനന്തപുരം നഗരസഭാ കോർപ്പറേഷനുകളിൽ ഈ സാധാരണ ഈ BJP അകറ്റി നിർത്താനുള്ള നിലപാട് പണ്ടും കോൺഗ്രസും CPM ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു നടപടി ഉണ്ടാവും? ആലോചിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ടീം UDFന്റെ ജയമെന്ന PC വിഷ്ണുനാഥ്. പെൻഷൻ കാശ് ജനങ്ങളുടെ അവകാശമാണെന്നും ഭരണമാറ്റത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. UDFന്റെ എല്ലാ കക്ഷികളും നേതാക്കന്മാരും പ്രവർത്തകരും ആത്മാർത്ഥമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധത തുറന്നു കാണിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെല്ലാം ഫലം കണ്ടു എന്നുള്ളതാണ്. ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ അത് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ആരോഗ്യ മേഖലയിലെ തകർച്ച തുടങ്ങി ശബരിമല കൊല്ല, ഏറ്റവും തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പാണ് കൊല്ലത്ത് ദേശീയപാത തകർന്നു വീണത്. അതടക്കം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഒരു കാരണമാണ്. തന്റെ വിവാദ പരാമർശം ഒഴിവാക്കാമായിരുന്നുവെന്ന് MM മണി MLA പറഞ്ഞത് തെറ്റാണെന്ന് പാർട്ടി പറഞ്ഞത് അംഗീകരിക്കുന്നു. VD സതീശൻ നിലവാരം കുറഞ്ഞ പ്രതിപക്ഷ നേതാവാണെന്നും MM മണി പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് അത് തന്നെ എൻ്റെ നിലപാട്. ഞാൻ ഇന്നലത്തെ കാര്യത്തിൽ അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട്. എൻ്റെ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞത് 100% ഞാൻ അംഗീകരിക്കുന്നു. ജനങ്ങളെ അധിക്ഷേപിച്ചുള്ള മുൻമന്ത്രി MM മണിയുടെ പ്രസ്താവനയെ എതിർത്ത് മന്ത്രി V ശിവൻകുട്ടി. MM മണി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. MM മണിയുടെ ശൈലിയിൽ MM മണി പറഞ്ഞതാണ്. അത് MM മണി അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല. MM മണിയെ പോലുള്ള ഒരു തൊഴിലാളി വർഗത്തിൻ്റെ നേതാവും പാർട്ടിയുടെ സമുന്നത നേതാവും വളരെ താഴേക്കിടയിൽ നിന്ന് ഒരുപാട് സമര പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു ചെറിയൊരു പരാജയം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് നമ്മൾ സാമൂഹികപരമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗങ്ങളെയും ഒരു രൂപത്തിലും ആക്ഷേപിക്കാൻ വേണ്ടി പാടില്ല. അത് CPMന്റെ നയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. MM മണിയുടെ പരാമർശത്തിൽ പ്രതികരിച്ച NK പ്രേമചന്ദ്രൻ MP ജനങ്ങളെ പരിഹസിക്കാൻ MM മണിയുടെ കുടുംബ സ്വത്താണോ എടുത്തു നൽകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. എന്ത് അധാർമികത കാണിച്ചാലും പാർട്ടി സംരക്ഷിക്കുമെന്ന അഹങ്കാരമാണ് മണിക്കെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. സാമ്പത്തിക ആനുകൂല്യങ്ങൾ വാങ്ങി ഭക്ഷിച്ചതിന് ശേഷം തിരിച്ചു നിന്ന് കൊത്തുന്നു എന്ന് പറയാൻ ഇയാളുടെ കുടുംബ സ്വത്താണോ, ഇയാളുടെ തറവാട് സ്വത്താണോ എടുത്തു കൊടുക്കുന്നത്? എന്തൊരു അപഹാസ്യമായിട്ടുള്ള പ്രസ്താവനയാണ് അയാൾ നടത്തിയത്. ഏത് ഭാഷയിലാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യേണ്ടത്? രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനത അയാളുടെ സാമ്പത്തിക ആനുകൂല്യം വാങ്ങിയതിന് ശേഷം തിരിഞ്ഞു കൊത്തുന്നു എന്ന് പറയുന്നത് CPMന്റെ ഭാഷ്യമാണോ? കൊടിക്കുന്നിൽ സുരേഷ് MPക്കെതിരെ KSU കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ. ദേശീയ നേതാവ് പാരവെച്ചതാണ് കൊട്ടാരക്കരയിലെ തിരിച്ചടിക്ക് കാരണമെന്ന് അൻവർ. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ചെറുപ്പക്കാരെ ഇല്ലാതാക്കുന്നു, ഇഷ്ടമില്ലാത്തവരെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. സംസ്ഥാനമാകെ വീശിയടിച്ച് UDF തരംഗം കൊട്ടാരക്കരയിൽ ഇല്ലാതെ പോയതിന് കാരണം ഇതെന്നും പോസ്റ്റിൽ പറയുന്നു. കൊട്ടാരക്കരയിലെ തിരിച്ചടിക്ക് കാരണം ദേശീയ നേതാവിന്റെ പാരയെന്ന KSU കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കറിന്റെ പരാമർശത്തിനെതിരെ കൊടിക്കുന്നിൽ സുരേഷ് MP. കോൺഗ്രസിന് ഒറ്റയ്ക്ക് ജയിച്ചു കയറാവുന്ന സ്ഥലമല്ല കൊട്ടാരക്കര. പരാമർശം ആരുടെ താൽപര്യം സംരക്ഷിക്കാനാണെന്നും ആരുടെ പ്രേരണയിലാണെന്നും പാർട്ടി പരിശോധിക്കണമെന്നും കൊടിക്കുന്നിൽ ഡൽഹിയിൽ പ്രതികരിച്ചു. കൊട്ടാരക്കരയിലെ കാര്യം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UDFനും കോൺഗ്രസ് പാർട്ടിക്കും ഉണ്ടായ വിജയത്തിൻ്റെ ശോഭ കെടുത്താൻ ആരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി
വന്നിരിക്കുന്നു. ആ ചാനലുകളിൽ ഫേസ് പോസ്റ്റും ചാനലുകളിൽ വാർത്തയും കൊടുത്തിരിക്കുന്നു. അത്തരം ആളുകൾ തീർച്ചയായും അവർ ചെയ്തത് ശരിയാണോ? കേരളത്തിൽ നിന്ന് ഒരു ഇപ്പം മുഴുവൻ സ്ഥലങ്ങളിലും വിജയിച്ച മണ്ഡലങ്ങളുണ്ട്, തിരിച്ചടി നേരിട്ട മണ്ഡലങ്ങളുണ്ട്, ഭാഗികമായി വിജയം നേടിയ മണ്ഡലങ്ങളുണ്ട്, സമ്പൂർണ്ണമായി പരാജയപ്പെട്ട പല മണ്ഡലങ്ങളുമുണ്ട്. പക്ഷേ കേരളത്തിൽ ഒരിടത്തുനിന്നും അങ്ങനെ ഒരു അപശബ്ദം പരാജയപ്പെട്ടിടത്തുനിന്നോ വിജയിച്ച സ്ഥലത്തുനിന്നോ ഏതെങ്കിലും നേതാക്കൾക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിലൊരു വിമർശനം ആരും ഉന്നയിക്കുകയോ ഫേസ്ബുക്ക് പാലക്കാട് നഗരസഭയിൽ BJP ഭരണത്തിൽ നിന്ന് അകറ്റാൻ മതേതര സാധ്യത തേടി LDFും UDFും തിരക്കിട്ട നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. കോൺഗ്രസ് വിമതനെ മുന്നിൽ നിർത്താനാണ് നീക്കം. മതേതര സാധ്യത CPMും തള്ളുന്നില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും CPM ഇന്ന് നിലപാട് അറിയിക്കും. അതേസമയം മതേതര സഖ്യ നീക്കങ്ങളെ പരിഹസിച്ച് CPMും രംഗത്തെത്തിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഭരണം LDFിന് തന്നെ. റീകൌണ്ടിംഗ് നടന്ന ബേക്കൽ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചു. UDF നൽകിയ പരാതിയിലാണ് ബേക്കലിൽ ഇന്ന് റീകൌണ്ടിംഗ് നടത്തിയത്. 267 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDFിലെ TV രാധിക വിജയിച്ചത്. 18 ഡിവിഷനുകൾ ഉള്ള കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റിന്റെ മേൽക്കൈയിലാണ് LDFിന് ഭരണം ലഭിച്ചത്. BJP നൽകിയ പരാതിയെ തുടർന്ന് പുത്തികൈ ഡിവിഷനിലും റീകൌണ്ടിംഗ് നടന്നു. പുത്തികയിൽ 418 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥിയും വിജയിച്ചു. LDF 9, UDF 8, NDA 1 എന്നിങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സീറ്റ് നില. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിമർശനവുമായി CPI നേതാവ് KK ശിവരാമൻ. ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയണം. ജനങ്ങളുടെ യജമാനന്മാരെന്ന് പലരും ധരിക്കുന്നു. പ്രവൃത്തിയും വാക്കും തമ്മിൽ പൊരുത്തമുണ്ടാകണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പാറ, മണ്ണ്, കയ്യേറ്റ മാഫിയയുടെ കൂട്ടുകാരെ ജനം തിരിച്ചറിഞ്ഞു എന്നും കുറിപ്പിൽ പറയുന്നു. തിരഞ്ഞെടുപ്പിൽ വടകരയും കടന്ന RMPയുടെ വിജയഗാഥ. കുന്നംകുളത്തും തൃശൂരും ജയിച്ചു. വടകര മേഖലയിലും RMP മുന്നേറ്റം. ഒഞ്ചിയം പഞ്ചായത്ത് ഇത്തവണയും RMP ഭരിക്കും. ചരിത്രത്തിലാദ്യമായി വടകര നഗരസഭയിൽ RMP പ്രതിനിധി ശരണ്യ വിജയക്കൊടി നാട്ടി. കുറ്റ്യാടി മണ്ഡലത്തിലെ മണിയൂർ പഞ്ചായത്തിൽ ഇത്തവണ RMPക്ക് പ്രതിനിധിയുമുണ്ടായി. വിജിത് ലാലാണ് ജയിച്ചത്. അങ്ങനെ മണിയൂർ പഞ്ചായത്ത് UDF പിടിച്ചു. തൃശൂർ ജില്ലയിലെ കുന്നംകുളം നഗരസഭയിൽ 6 ഒറ്റയ്ക്ക് മത്സരിച്ച RMPയുടെ 4 സ്ഥാനാർത്ഥികൾ ജയിച്ചത് CPMനെ ഞെട്ടിച്ചിരിക്കുകയാണ്. തൃശൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച RMP സ്ഥാനാർത്ഥിയും വിജയം തൊട്ടു. ഒഞ്ചിയം പഞ്ചായത്ത് ഇത്തവണയും RMP ഭരിക്കും. RMP കഴിഞ്ഞ തവണ ഒഞ്ചിയത്ത് 4 ഇത്തവണ 6 ജയിച്ചു. ഏറാമല പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 5 പേർ ജയിച്ചിരുന്നത് ഇത്തവണ RMP പ്രതിനിധികൾ 6 ഉയർന്നു. ചോറോട് പഞ്ചായത്തിൽ ഒരു പ്രതിനിധിയായിരുന്നു RMPക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 3 ഉയർന്നു. മാവൂർ പഞ്ചായത്തിൽ ഇത്തവണയും RMPക്ക് പ്രതിനിധിയുണ്ട്. അതേസമയം അഴിയൂർ പഞ്ചായത്തിലുണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടി. SDP-യുടെ സഹായത്തോടെ CPM ആണ് അക്കൗണ്ട് പൂട്ടിച്ചതെന്നാണ് RMPയുടെ ആരോപണം. RMP ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണെന്ന CPM വാദങ്ങൾക്കേറ്റ തിരിച്ചടി കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. വോട്ടുകൾ ആരോപണത്തിൽ 2ാം ഘട്ട പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ കോൺഗ്രസ്. രാംലീല മൈതാനിയിൽ മഹാറാലി നടക്കും. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ റാലിയിൽ സംസാരിക്കും. വോട്ട് കൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് ശേഖരിച്ച 5 കോടി ഒപ്പുകൾ രാഷ്ട്രപതിക്ക് കൈമാറും. അതേസമയം റാലിക്കെതിരെ വിമർശനവുമായി BJP രംഗത്തെത്തി. കഴിഞ്ഞ 70 വർഷമായി വോട്ട് മോഷ്ടിക്കുന്നത് കോൺഗ്രസ് ആണെന്നാണ് BJPയുടെ ആരോപണം. വോട്ട് മോഷണ ആരോപണം രാജ്യവ്യാപകമായി ഉയർത്തി മുന്നോട്ടു പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. SIR ചർച്ചയിൽ പാർലമെന്റിൽ വിഷയം ഉന്നയിച്ചപ്പോൾ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ വലിയ വാക്പോരാണ് ഉണ്ടായത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നേരിട്ട് ഏറ്റുമുട്ടി. കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ വോട്ട് മോഷണം നടന്നതായി രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. എന്നാൽ ഇതിന് കൃത്യമായ മറുപടി പറയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായതുമില്ല. ഈ സാഹചര്യത്തിലാണ് 5 കോടി ഒപ്പുകൾ ശേഖരിച്ച് രാഷ്ട്രപതിക്ക് കോൺഗ്രസ് കൈമാറുന്നത്. ഇതിന്റെ ഭാഗമായാണ് രാംലീല മൈതാനിയിൽ മഹാറാലിയും സമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1000കണക്കിന് പ്രവർത്തകർ റാലിയിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ പ്രധാന നേതാക്കൾ റാലിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്താകമാനം വലിയ തരത്തിൽ വോട്ട് മോഷണം നടത്തിയാണ് BJP അധികാരം പിടിച്ചെടുക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അത് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അതേസമയം
ഇതേ വിഷയം ഉന്നയിച്ചാണ് ബീഹാറിൽ കോൺഗ്രസ് പ്രചരണം നയിച്ചത്. വോട്ട് മോഷണത്തിനെതിരെ രാഹുൽ ഗാന്ധി യാത്രയും സംഘടിപ്പിച്ചു. എന്നാൽ കാര്യങ്ങളെല്ലാം ആ രീതിയിലല്ല അവസാനിച്ചത്. എങ്കിലും വിഷയം സജീവമായി നിലനിർത്തുകയാണ് കോൺഗ്രസ്. എന്നാൽ കഴിഞ്ഞ 70 വർഷമായി വോട്ട് മോഷ്ടിച്ചാണ് കോൺഗ്രസ് അധികാരം തുടർന്നതെന്ന് BJPയും ആരോപിക്കുന്നു. കോൺഗ്രസ് ചെയ്തതുപോലെ എല്ലാവരും ചെയ്യുമെന്നാണ് അവർ ചിന്തിക്കുന്നതെന്നും BJP മറുപടി നൽകി. ബീഹാർ ജനതയും രാജ്യത്തെ ജനങ്ങളും തള്ളിക്കളഞ്ഞ വിഷയവുമായി വീണ്ടും എത്തിയിരിക്കുന്നത് സർക്കാരിനെതിരെ ഉയർത്താൻ മറ്റ് പ്രചാരണ വിഷയങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണെന്നും BJP കേന്ദ്ര നേതൃത്വം കുറ്റപ്പെടുത്തുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷം. പലയിടത്തും വായുമലിനീകരണ തോത് 450 മുകളിലെത്തി. ഇതോടെ നിയന്ത്രണങ്ങൾ ഡൽഹി സർക്കാർ ശക്തമാക്കി. 50% ആളുകൾ വീടുകളിൽ നിന്ന് ജോലി ചെയ്യാനും ക്ലാസുകൾ ഓൺലൈനാക്കാനും നിർദ്ദേശം നൽകി. ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടും ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ വായു എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ അപേക്ഷിച്ച് രാജ്യതലസ്ഥാനത്ത് വായുമലിനീകരണം രൂക്ഷമാണ്. അശോക് നഗർ, ആനന്ദ് വിഹാർ, IT, നരേല, രോഹിണി, വസീർപൂർ, ജഹാംഗീർപുരി തുടങ്ങി രാജ്യതലസ്ഥാനത്തെ പ്രധാന ഇടങ്ങളിലെല്ലാം 450 മുകളിലാണ് വായുമലിനീകരണ തോത് നിലനിൽക്കുന്നത്. 20 സ്ഥലങ്ങളിൽ 400 മുകളിലാണ് വായുമലിനീകരണ തോതുള്ളത്. മലിനീകരണം കുറയ്ക്കാൻ 4ാം ഘട്ടത്തിലുള്ള നിയന്ത്രണം വായു ഗുണനിലവാര കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കൊഴികെ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസുകൾ നടത്താനാണ് നിർദ്ദേശം. സ്കൂൾ മാനേജ്മെന്റുകൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചരക്ക് വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ട്. LNG, CNG, ഇലക്ട്രിക് എന്നീ വാഹനങ്ങൾക്ക് മാത്രമാണ് രാജ്യതലസ്ഥാനത്ത് പ്രധാന ഇടങ്ങളിലേക്ക് പ്രവേശനമുള്ളത്. BS6 ഡീസൽ വാഹനങ്ങൾക്കും പ്രവേശനം അനുവദിക്കും. മലിനീകരണം കൂടുതലുള്ള മറ്റ് വാഹനങ്ങൾ ഒരു കാരണവശാലും അതിർത്തി കടന്ന് പ്രവേശിക്കരുത് എന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിലവിൽ വിലക്കില്ല. മലിനീകരണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ പാർക്കുകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ അരവണ പ്രതിസന്ധി. ഒരാൾക്ക് 20 ടിൻ അരവണ മാത്രമാണ് വിതരണം ചെയ്യുന്നത്. പ്രതിദിന അരവണ വിൽപ്പന 4 ലക്ഷം ടിൻ കടന്നിരുന്നു. നിലവിൽ 27 ലക്ഷത്തിൽ താഴെ അരവണ മാത്രമാണ് സ്റ്റോക്കുള്ളത്. നട തുറക്കുമ്പോൾ 46 ലക്ഷം ടിൻ അരവണ കരുതൽ ശേഖരമുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ തിരക്കിനനുസരിച്ച് വിൽപ്പന വർദ്ധിച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും. അമേരിക്കയിലെ ബ്രൗൺ സർവകലാശാലയിൽ വെടിവയ്പ്. 2 പേർ മരിച്ചു, 8 പേർക്ക് പരിക്കേറ്റു. അക്രമിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. സർവകലാശാലയിലെ എഞ്ചിനീയറിംഗ് ആൻഡ് ഫിസിക്സ് വിഭാഗം കെട്ടിടത്തിലാണ് വെടിവയ്പുണ്ടായത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പരീക്ഷ നടക്കുന്നതിനിടെയാണ് അക്രമമുണ്ടായത്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. വെടിവയ്പുണ്ടായതിന് പിന്നാലെ ക്യാമ്പസിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കറുത്ത വസ്ത്രം അണിഞ്ഞെത്തിയ ആളാണ് അക്രമിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഹീനമായ ആക്രമണമെന്നാണ് നടന്നതെന്നും ഇരകൾക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. Been fully briefed on the Brown University situation, what a terrible thing it is, and all we can do right now is pray for the victims and for those that were കരൂർ ദുരന്തത്തിൽ വിജയ് ഉൾപ്പെടെയുള്ള TVK നേതാക്കളെ ചോദ്യം ചെയ്യാൻ CBI. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. കേസ് പരിഗണിച്ച സുപ്രീംകോടതി ഒക്ടോബർ 13-ന് അന്വേഷണം CBIക്ക് കൈമാറി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ വിരമിച്ച സുപ്രീംകോടതി ജഡ്ജി അജയ് റസ്തോഗിയുടെ നേതൃത്വത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയും കോടതി രൂപീകരിച്ചു. TVKയിലെ നിരവധി മുതിർന്ന നേതാക്കളെ അന്വേഷണ പരിധിയിലും ഉൾപ്പെടുത്തിയിരുന്നു. TVK സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉസി ആനന്ദ്, ജോയിന്റ് സെക്രട്ടറിമാരായ നിർമ്മൽകുമാർ, ആധവ് അർജുൻ, കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ എന്നിവർ ഏജൻസിക്ക് മുന്നിൽ ഹാജരായിരുന്നു. പാർട്ടി പ്രവർത്തകരുടെ പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായതോടെ അന്വേഷണത്തിന്റെ ശ്രദ്ധ ഇപ്പോൾ വിജയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3-ാം T20 മത്സരം ഇന്ന് ധരംശാലയിൽ. ആദ്യ മത്സരത്തിൽ ഇന്ത്യയും 2ാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും ജയിച്ച് പരമ്പര ഒപ്പത്തിനൊപ്പം എത്തിയിരുന്നു. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഓപ്പണറായി ഇറങ്ങുന്ന വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഫോമിലല്ലാത്തതാണ് ഇന്ത്യക്ക് തലവേദനയാകുന്നത്. ഗില്ലിന് പകരം ഓപ്പണിംഗിൽ ദീർഘകാലമായി തിളങ്ങിയിരുന്ന സഞ്ജു തിരിച്ചെത്തുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. 2ാം മത്സരത്തിൽ ബോളർമാരെല്ലാം നിരാശപ്പെടുത്തിയെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന ഉറപ്പില്ല. വാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.